Welcome to a video explaining the textual questions and answers based on the 10th standard English textual poem The Ballad of Father Gilligan. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ The Ballad of Father Gilligan എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Question 1. Why was Father Gilligan weary night and day? എന്തുകൊണ്ടായിരുന്നു ഫാദർ ഗില്ലിഗൻ രാവും പകലും വളരെ ക്ഷീണിതനായിരുന്നത്? ആൻസർ: ഫാദർ ഗില്ലിഗൻ ഹാഡ് ബീൻ പെർഫോമിംഗ് ഹിസ് പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ് ഡേ ആൻഡ് നൈറ്റ്. ഫാദർ ഗില്ലിഗൻ അദ്ദേഹത്തിൻ്റെ പുരോഹിതൻ എന്നുള്ള നിലക്കുള്ള സേവനങ്ങൾ രാവും പകലും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹാഫ് ഓഫ് ഹിസ് പാരിഷണേഴ്സ് were either dead or in sick bed due to an epidemic. അദ്ദേഹത്തിൻ്റെ പാരിഷിൽ, ഇടവകയിൽ ഒരു പകർച്ചവ്യാധി പിടിപെട്ടതിനാൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ പകുതി പേരും മരണപ്പെടുകയോ രോഗശയ്യയിൽ ആവുകയോ ചെയ്തിട്ടുണ്ട്. He had to conduct their funeral services and last prayers. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തും മരണം കാത്തുകിടക്കുന്ന രോഗികളുടെ അവസാന പ്രാർത്ഥന ശുശ്രൂഷകളിൽ പങ്കെടുത്തും അദ്ദേഹം രാവും പകലും കർമ്മനിരതനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷീണിതനായത്. Question 2. What is the significance of the word flock? കവിതയിൽ ഫ്ലോക്ക് എന്നുള്ള പദമാണ് ജനങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ പദത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രാധാന്യം? ആൻസർ: The word flock normally means a group of sheep. സാധാരണഗതിയിൽ ഫ്ലോക്ക് എന്നുള്ള പദം കൊണ്ട് ആട്ടിൻപറ്റം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. The poet uses this word to show the close relation between the priest and his parishioners. കവി ആ പ്രത്യേക പദം ഈ കവിതയിൽ ഉപയോഗിച്ചത് പുരോഹിതനും അദ്ദേഹത്തിൻ്റെ ഇടവക ജനങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കാനാണ്. The priest is the shepherd and the people are the sheep under his control. പുരോഹിതൻ ആട്ടിടയനും പാരിഷിലെ ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇടവക ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ ആട്ടിൻപറ്റവുമാണ്. Question 3. Why were his flock either in bed or laying under green sod? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ഒന്നുകിൽ ബെഡിൽ കിടപ്പിലാണ് അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടപ്പിലാണ് എന്ന് പറയാനുള്ള കാരണം? ആൻസർ: His people were either in sick bed or laying under green sod because of an epidemic spread in the parish. ആ പുരോഹിതന്റെ പാരിഷ്, ഇടവകയിൽ ഒരു എപ്പിഡമിക്, പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരിക്കുന്നു. അക്കാരണത്താൽ ജനങ്ങളിൽ പകുതി പേരും ഒന്നുകിൽ രോഗശയ്യയിലാണ് അല്ലെങ്കിൽ ശവക്കുഴിയിൽ അടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. Question 4. Why did another man send for Father Gilligan? എന്തുകൊണ്ടാണ് ഫാദർ ഗില്ലിഗാനെ തേടി മറ്റൊരാളെ പറഞ്ഞയച്ചത്? Why is the man referred to as poor? ആ തേടി വന്ന ആളെ poor, പാവപ്പെട്ടവൻ എന്ന് പരാമർശിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? Answer: The man sent for Father Gilligan to attend the last moments of a dying man. മരണാസന്നനായ ഒരു മനുഷ്യന്റെ അന്ത്യനിമിഷങ്ങളിൽ, അന്ത്യപ്രാർത്ഥനകളിൽ ഫാദർ ഗില്ലിഗൻ പങ്കെടുക്കാൻ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടാണ് ഒരാളെ പറഞ്ഞയച്ചിരിക്കുന്നത്. The man is referred to as poor because his relative is about to die due to the epidemic. ആ അന്വേഷിച്ചു വന്ന ആളെ പാവപ്പെട്ടവൻ എന്ന് റെഫർ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് ഈ പകർച്ചവ്യാധി പിടിപെട്ട് മരണാസന്നനായി കിടക്കുന്നത്. Question 5. Why did Father Gilligan seek forgiveness from God? എന്തുകൊണ്ടാണ് ഫാദർ ഗില്ലിഗൻ ദൈവത്തിൽ നിന്ന് ക്ഷമ തേടിയത്? What justification does he give to God for his errant words? തൻ്റെ തെറ്റായ പദപ്രയോഗങ്ങൾക്ക് എന്ത് ന്യായീകരണമാണ് പുരോഹിതൻ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചത്? ആൻസർ:
Father Gilligan grieved in a complaining voice that he had no rest, no joy, and no peace. ഫാദർ ഗില്ലിഗൻ കംപ്ലൈന്റ് പറയുന്ന രൂപത്തിൽ, പരാതിപ്പെടുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ ദുഃഖം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന് റെസ്റ്റ് ഇല്ല, സന്തോഷമില്ല, സമാധാനമില്ല എന്നൊക്കെ അദ്ദേഹം വിലപിച്ചു. പക്ഷേ ആ വിലാപം, അദ്ദേഹത്തിന്റെ ദുഃഖം പ്രകടിപ്പിച്ചത് ദൈവത്തോട് പരാതിപ്പെടുന്ന രൂപത്തിലായിപ്പോയി. Soon he realized his mistake and prayed to God for forgiveness. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന് തന്റെ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ദൈവത്തോട് ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. He justified his words, saying that his tired body complained so, not his mind. അദ്ദേഹം തന്റെ ആ വാക്പ്രയോഗങ്ങളെ ന്യായീകരിച്ചത് തന്റെ ക്ഷീണിച്ച ശരീരമാണ് അങ്ങനെ പരാതിപ്പെട്ടത്, അല്ലാതെ അദ്ദേഹത്തിന്റെ ബോധ മനസ്സല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരോഹിതൻ തന്റെ വാക്കുകളെ ന്യായീകരിച്ചത്. Question 6. Why is the time called Moth's hour? കവിതയിലെ ഒരു പരാമർശമാണ് മോത്ത്സ് അവർ. ആ സമയത്തെ മോത്ത്സ് അവർ എന്ന് വിളിക്കാനുള്ള കാരണം എന്ത്? ആൻസർ: At the time of nightfall, moths will come to light. ഇരുട്ട് പരക്കുമ്പോൾ വിളക്കുപ്രാണികൾ വെളിച്ചം തേടി വരും. So, such a sunset time is called the moth hour. അതുകൊണ്ടാണ് അത്തരമൊരു സൂര്യാസ്തമന സമയത്തെ മോത്ത്സ് അവർ എന്ന് വിളിക്കുന്നത്. Question 7. What is meant by upon the time of sparrow chirp? കവിതയിലെ ഒരു വരിയാണ് upon the time of sparrow chirp. പക്ഷികൾ കലപില കൂട്ടുന്ന നേരം. എന്താണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ: Upon the time of sparrow chirp means the daybreak time or the dawn. പക്ഷികൾ കലപില കൂട്ടുന്ന സമയം എന്നുള്ള upon the time of sparrow chirp എന്ന ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഡേ ബ്രേക്ക് ടൈം, വെളിച്ചം വെക്കുന്ന സമയം, the dawn, പ്രഭാതം എന്നൊക്കെയാണ്. Question 8. What does the line and rod with little care indicate? കവിതയിലെ മറ്റൊരു വരിയാണ് and rod with little care. വിദ്യാർത്ഥികൾക്കറിയാം, ലിറ്റിൽ എന്നുള്ള പദം ഒരു നെഗറ്റീവ് വേർഡാണ്. വിത്ത് ലിറ്റിൽ കെയർ മീൻസ് വിത്തൗട്ട് കെയർ, ശ്രദ്ധയില്ലാതെ. എന്താണ് ഈ വരി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്ത് കാര്യത്തിലേക്കാണ് ശ്രദ്ധയില്ലാതെ പുരോഹിതൻ കുതിരസവാരി ചെയ്തു എന്നുള്ള ഈ പ്രയോഗം സൂചന നൽകുന്നത്? ആൻസർ: Father Gilligan had the guilty feeling that he failed in his duty to attend the sick man's last moments. പുരോഹിതൻ ഗില്ലിഗാൻ, അദ്ദേഹത്തിന് ഒരു കുറ്റബോധം മനസ്സിലുണ്ടായിരുന്നു. മരണാസന്നനായ ഒരു മനുഷ്യന്റെ അന്ത്യപ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള കുറ്റബോധം. So he rode carelessly to reach the dying man's house. അതുകൊണ്ടാണ് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ആ മരണാസന്നനായ മനുഷ്യന്റെ വീട്ടിലെത്താൻ വേണ്ടി അല്പം പോലും ശ്രദ്ധയില്ലാതെ വളരെ വേഗം അദ്ദേഹം കുതിര ഓടിച്ച് പോയത്. Question 9. Why is the sick man's wife surprised to see Father Gilligan? എന്തുകൊണ്ടാണ് ആ രോഗിയായിരുന്ന മനുഷ്യന്റെ ഭാര്യ ഫാദർ ഗില്ലിഗൻ അവരുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ട് അത്ഭുതപ്പെട്ടു പോയത്? ആൻസർ: She had seen Father Gilligan doing last services for her husband a little while earlier. ഫാദർ ഗില്ലിഗൻ തന്റെ ഭർത്താവിന്റെ അവസാന പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അല്പസമയം മുമ്പ് ആ സ്ത്രീ കണ്ടിട്ടുണ്ടായിരുന്നു. So, when she saw the priest again, she was surprised. അതേ പുരോഹിതൻ ആ വീട്ടിൽ രണ്ടാമതും വന്ന് കണ്ടപ്പോൾ ആ സ്ത്രീ അത്ഭുതപ്പെട്ടുപോയി. നമുക്കറിയാം, ഫാദർ ഗില്ലിഗൻ ആ വീട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ മരണസമയത്ത് ദൈവം അയച്ച ഫാദർ ഗില്ലിഗന്റെ രൂപത്തിലുള്ള ഒരു മാലാഖയായിരുന്നു അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തിരുന്നത്. അത് ആ സ്ത്രീക്കറിയുമായിരുന്നില്ല. ആ സ്ത്രീ കരുതിയത് ഫാദർ ഗില്ലിഗൻ രണ്ടാമതും വന്നിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അവർ അത്ഭുതപ്പെട്ടത്.
Question 10. Why was the priest overcome with grief at the words of the widow? ആ വിഡോയുടെ, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ വാക്കുകൾ കേട്ട് പ്രീസ്റ്റ് ഫാദർ ഗിലിഗൻ ദുഃഖത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടു. എന്തുകൊണ്ടാണ് ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് ഫാദർ ഗിലിഗന് വല്ലാത്ത ദുഃഖം അനുഭവപ്പെട്ടത്? ആൻസർ: At the words of the widow, the priest felt guilty of his failure in doing the last services for her husband. ആ പാവപ്പെട്ട മനുഷ്യൻ, ആ രോഗിയായിരുന്ന മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പുരോഹിതന് സാധിച്ചിരുന്നില്ല എന്നുള്ള കുറ്റബോധം അദ്ദേഹത്തിൽ ഉണർന്നു ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ. സോ ഹി വാസ് ഓവർകം വിത്ത് ഗ്രീഫ്. അതുകൊണ്ടാണ് അദ്ദേഹം ദുഃഖത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടത്. Question 11. He knelt him at that word. Why? കവിതയിലെ ഒരു വരിയാണിത്. ആ വാക്കുകൾ കേട്ട് പുരോഹിതൻ തറയിൽ മുട്ടുകുത്തി. എന്തുകൊണ്ട്? ആൻസർ: From the widow's words, Father Gilligan realized that God had sent an angel instead of him to do the last services for the dying man. ആ സ്ത്രീയുടെ വാക്കുകളിൽ നിന്ന് ഫാദർ ഗിലിഗൻ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. തൻ്റെ അഭാവത്തിൽ ആ മരണാസന്നനായിരുന്ന മനുഷ്യൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു മാലാഖയെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ആ മാലാഖയാണ് പുരോഹിതന് വേണ്ടി എല്ലാ അന്ത്യകർമ്മങ്ങളും ചെയ്തു തീർത്തത്. സോ ഹി knelt in front of the God to praise him. അതുകൊണ്ട് തനിക്ക് വേണ്ടി, തൻ്റെ കർമ്മം ചെയ്യുന്നതിനു വേണ്ടി മാലാഖയെ പറഞ്ഞയച്ച ദൈവത്തെ വാഴ്ത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭൂമിയിൽ മുട്ടുകുത്തിയത്. Question 12. How did God save Father Gilligan from damnation? എങ്ങനെയാണ് ദൈവം ഫാദർ ഗിലിഗനെ ഡാംനേഷൻ, നാശത്തിൽ നിന്ന്, ദൈവനിന്ദയിൽ നിന്ന്, നരകത്തിൽ പോകുന്ന പാപത്തിൽ നിന്ന് മോചിപ്പിച്ചത്? ആൻസർ: God sent an angel in his place to do his duties and saved Father Gilligan from damnation. ദൈവനിന്ദ അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം തന്നെയാണ് ഫാദർ ഗിലിഗനെ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം ഉറങ്ങിപ്പോയി, അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിൽ പരാജയപ്പെട്ടപ്പോൾ പുരോഹിതന് പകരമായിട്ട് ഒരു മാലാഖയെ പറഞ്ഞയച്ച് ദൈവം ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ഫാദർ ഗിലിഗനെ ഡാംനേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. Question 13. He who hath made the night of stars for souls who tire and bleed. ഈ രണ്ട് വരികൾ കവിതയിൽ നിന്നുള്ളതാണ്. What do these lines mean? എന്താണ് ഈ വരികളുടെ അർത്ഥം? Answer: God has created beautiful starry night to bring peace for the suffering people in this world. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരന്തരീക്ഷം, രാത്രികാലം, മനോഹരമായ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കൃതമായ ആകാശം, ഇതെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ആകാശത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ സ്കൈ തീർത്തിരിക്കുന്നത് ടു ബ്രിങ് പീസ് ഫോർ ദ സഫറിങ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അല്പം സമാധാനം, ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ആ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. Question 4. What do you understand about the character of Father Gilligan from his words, had pity on the least of things? കവിതയിൽ ഫാദർ ഗിലിഗൻ പറയുന്നുണ്ട്, ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ്. ഏറ്റവും നിസാരമായ ആ വസ്തുവിൻ്റെ മേൽ, ആ സൃഷ്ടിയുടെ മേൽ പോലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെട്ടു, കരുണയുണ്ടായി എന്ന് പറയുന്നു. ഇതിൽ നിന്ന് ഫാദർ ഗിലിഗൻ എന്നുള്ള ആ പുരോഹിതൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ആൻസർ:
ദ പ്രീസ്റ്റ് ഈസ് വെരി ഹംബിൾ ആൻഡ് പയസ്. പുരോഹിതൻ വളരെ ലാളിത്യം നിറഞ്ഞ, വളരെ ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനാണ്, ഒരു പുരോഹിതനാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഹി ആക്സെപ്റ്റ്സ് ഗോഡ്സ് പവർ ആൻഡ് പൊസിഷൻ. ദൈവത്തിൻ്റെ ശക്തിയും ഉന്നതമായ സ്ഥാനവും ആ പുരോഹിതൻ അംഗീകരിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ, ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് ടു ബി ദ സില്ലിയസ്റ്റ് ഓഫ് ഗോഡ്സ് ക്രീച്ചേഴ്സ്. സ്വയം അദ്ദേഹം പരിഗണിക്കുന്നത്, ആ പുരോഹിതൻ അദ്ദേഹത്തെ പരിഗണിക്കുന്നത് ആ ശക്തനായ ദൈവത്തിൻ്റെ ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയായിട്ടാണ്. ആ ദൈവത്തിൻ്റെ ഏറ്റവും നിസ്സാരമായ സൃഷ്ടികളിൽപ്പെട്ട ഒരു ജീവിയായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാളിത്യം, എളിയ മനസ്സാണ് അതിൽ പ്രകടമാകുന്നത്. അതോടൊപ്പം ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഭക്തിയും, ഗോഡ് ഫിയറിങ്, ആ പയസ് മെൻറ്റാലിറ്റി. ഇതോടുകൂടി ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന കവിതയുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഈ കവിതയുടെ ഒരു അപ്രീസിയേഷൻ നോട്ട്, ഇവ നാം മറ്റു വീഡിയോകളിൽ വിശദീകരിക്കുന്നതാണ്. ഇവിടെ വിശദീകരിച്ച ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.